നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. വീണ്ടും ഒരു ദിവസത്തിന്റെ നല്ല സമയം ദൈവം നമുക്ക് ദാനം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ നല്ല ദിവസത്തിന്റെ പ്രഭാതത്തിൽ നമുക്ക് ദൈവവചനം ധ്യാനിച്ചുകൊണ്ട് പുതിയ ദിവസത്തെ വരവേൽക്കാം. ഇന്നത്തെ പ്രഭാത മനയുടെ ചിന്താവിഷയം വിശുദ്ധ ദിവസത്തിന്റെ കാരണം എന്നുള്ളതാണ്. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ആവർത്തന പുസ്തകം 5-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. ആവർത്തനം 5:15. നീ മിസ്രയീം ദേശത്ത് അടിമയായിരുന്നു എന്നും അവിടെ നിന്ന് നിന്റെ ദൈവമായ യഹോവ നിന്നെ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും പുറപ്പെടുവിച്ചു എന്നും ഓർക്ക. അതുകൊണ്ട് ശബത്ത് നാൾ ആചരിപ്പാൻ നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചു. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും തന്റെ ജനത്തെ വിടുവിപ്പാൻ ദൈവം ശബത്തിനെ സൃഷ്ടിയുടെ സ്മാരകമായി മാത്രമല്ല ദൈവീക വീണ്ടെടുപ്പിന്റെ സ്മാരകമായി കൂടി ആചരിപ്പാൻ കൽപ്പിച്ചു. ദൈവത്തിന്റെ 10 കൽപ്പനയിലെ 4-ാമത്തെ കൽപ്പനയായ ശബത്ത് എല്ലാ കാലത്തുമുള്ള മനുഷ്യവർഗത്തിന് ആരാധനയ്ക്കും വിശ്രമത്തിനും വേണ്ടി ദൈവം അനുഗ്രഹിച്ച് നൽകിയതാണ്. 6 ദിവസം നാം നമ്മുടെ വേലയൊക്കെയും ചെയ്യുവാനും 7-ാം ദിവസം ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തോടൊപ്പം ആയിരിക്കാനും ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തിരുവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. പുറപ്പാട് 20-8 മുതൽ 11 വരെ. ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരത്തിയും നിന്റെ പടിവാതിൽക്ക് അകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബത്തിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. ഇപ്രകാരം ദൈവീക നിർദ്ദേശത്തിനനുസരിച്ച് നാം പ്രവർത്തിക്കുമ്പോൾ ദൈവത്തെ നമ്മുടെ സൃഷ്ടാവായി അംഗീകരിക്കുകയും ആ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ വസിപ്പാനും നമുക്ക് സാധിക്കുന്നു. എന്നാൽ നാം ദൈവകൽപ്പനയെ കൂട്ടാക്കാതെ ലോകത്തിന്റെ വഴികളിൽ ജീവിക്കുകയാണെങ്കിൽ ഇസ്രായേൽ ജനം മിസ്രയീമിന്റെ അടിമത്തത്തിൽ കിടന്നതുപോലെ നാമും പിശാചിന്റെ അടിമത്തത്തിലേക്ക് പോകും. പ്രിയമുള്ളവരെ, വിശുദ്ധ ശബത്ത് നാം വിശുദ്ധമായി ആചരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വലിയ മാറ്റം വരുത്തുമെന്നും പിശാചിന്റെ പിടിയിൽ നിന്നും നാം മാറി ദൈവത്തിലേക്കും മാറ്റപ്പെടുന്നു. നാം എപ്പോഴും പാപത്തിന്റെ അടിമത്തത്തിലാണോ എന്ന് നാം തന്നെ സ്വയം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതോ നാം ദൈവവുമായുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള കൂട്ടായ്മയിലും സന്തോഷത്തിലുമാണോ? നാം നമ്മെ തന്നെ പരിശോധിച്ച് ദൈവത്തിന്റെ നല്ല അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കുന്നതിന് മുമ്പിട്ട് ഇന്ന് ജന്മദിനമുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കാം. ജെൻസൺ ഷാജി കലഞ്ഞൂർ, പ്രശോഭിത പുന്നവേലി, സജിന വി ഷാജി കണ്ണമ്പള്ളി, വിശാൽ കുറ്റപ്പുഴ, ഈ പ്രിയപ്പെട്ടവരെ ഓർത്തും പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രികാലം അടിയങ്ങൾ സുഖകരമായ നിദ്രയെ തന്നു. പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നൊക്കെ അടിയങ്ങളെ കാത്തു. വീണ്ടും ഒരു പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിപ്പാൻ സഹായിച്ച കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു പിതാവേ. ഇന്ന് പകൽക്കാലം ദൈവം നമ്പരാ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും അടിയങ്ങളോടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജന്മദിനമുള്ള പ്രിയപ്പെട്ടവരെ എല്ലാം ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കഴിഞ്ഞ കാലങ്ങളുടെ മക്കളെ നടത്തിയ കൃപകൾക്കായി സ്തോത്രം. വീണ്ടും അവർക്ക് കൊടുത്ത ആയുസ്സിനായി, ആരോഗ്യത്തിനായി, ജീവിത നന്മകൾക്കായി നന്ദിയോടെ സ്തോത്രം. ഈ ഒരു വർഷക്കാലം അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാക്കി സ്വർഗത്തിലെ ദൈവം തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുത്തൻ തീരുമാനങ്ങളോടും പ്രതീക്ഷകളോടും ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിപ്പാൻ ദൈവം അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ എല്ലാ ദൈവീയ കൃപകളും നൽകി ദൈവം മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ രോഗികളായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. വിഷമത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രകൃതി ദുരന്തത്തിൽ കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ,
ഓരോ മക്കളുടെ ഉറ്റവരുടേവര് നഷ്ടപ്പെട്ട് ഈ നാൾ വരെ സമ്പാദിച്ചതൊക്കെ നഷ്ടപ്പെട്ട് എത്രയോ ജീവിതങ്ങൾ വേദനയിലും നിരാശയിലും കഴിയുന്ന പിതാവേ, അവരെല്ലാം ഞങ്ങൾ ഓർക്കുന്ന നാഥ, അവർക്കൊക്കെ ആശ്വാസമായി അനുഗ്രഹമായി എന്റെ സ്വർഗത്തിലെ ദൈവം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിലും എന്റെ ദൈവത്തിന്റെ കൃപയും സാന്നിധ്യോടെ ഞങ്ങളോടായിരിക്കണമേ. കർത്താവെ, അനർത്ഥ വസനത്തിന് കാരണമാകുന്ന ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതെ ഓരോ നിമിഷവും ദൈവത്തിന്റെ കരുതലുള്ള കരങ്ങളടിയങ്ങളെ വഹിക്കണമേ, സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളടിയങ്ങളോട് ഓരോ നിമിഷവും ഉള്ളതിനായ നന്ദിയോടെ സ്തോത്രം. തുടർന്ന് അടിയങ്ങളെ നടത്തണം, പരിപാലിക്കണം, വരവിനായി ഒരുക്കണം. പ്രാർത്ഥനയെ അതിനെയും കേട്ടതിനായ സ്തോത്രം. സകലവും ഞങ്ങൾക്കായി ജീവനെ തന്ന യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഏറ്റവും താഴ്മയെ അപേക്ഷിക്കുന്നു. ദൈവം കേൾക്കണം നല്ല പിതാവേ, ആമേൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കും.